ഇന്ന് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നമ്മളെ ഒത്തിരി ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നടൻ്റെ അനുസ്മരണ ദിനം കൂടിയാണിന്ന്. മലയാള സിനിമയിൽ ചിരി പടർത്തി ജനമനസ്സുകളിൽ ഇടം നേടിയ അനശ്വര നടൻ ബഹദൂറിൻ്റെ 25ാം അനുസ്മരണ ദിനം. സ്വതസിദ്ധമായ ശൈലിയിലൂടെ മലയാള സിനിമയിലും നാടകത്തിലും തൻ്റെതായ സ്ഥാനമുറപ്പിച്ച ബഹദൂറിന് ലഭിക്കുന്ന വേറിട്ട ആദരവാണ് അക്ഷരങ്ങൾ കൊണ്ടൊരു സ്മാരകം. മലയാളം ഫൗണ്ടുകൾക്ക് രൂപം നൽകി ശ്രദ്ധേയനായ KH ഹുസൈനാണ് ബഹദൂർ എന്ന പേരിൽ പ്രിയപ്പെട്ട താരത്തിനായി അക്ഷരസ്മാരകം തീർത്തിരിക്കുന്നത്. തൃശൂർ കൊടുങ്ങല്ലൂർ ഏറിയാട് സ്വദേശി കൊച്ചുമൊയ്തീൻ കുഞ്ഞാലി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അധികമാർക്കും അറിയാനിടയില്ല. പക്ഷേ ബഹദൂർ എന്ന പേര് കേട്ടാൽ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമാകും മനസ്സിലേക്ക് ഓടിയെത്തുക. അനശ്വരരായ ഒട്ടേറെ താരങ്ങൾക്കൊപ്പം അഭ്രപാളികളിൽ ചിരി പടർത്തുകയും ജനമനസ്സുകളിൽ ഇടം നേടുകയും ചെയ്ത മലയാളികളുടെ ബഹദൂറിക്ക. മലയാള സിനിമയ്ക്കും നാടകത്തിനും ഒട്ടേറെ സംഭാവനകൾ ചെയ്ത താരത്തിന് അർഹമായ പരിഗണനയും സ്മാരകവും ഇനിയും ഉണ്ടായിട്ടില്ല. ഇക്കാര്യം തിരിച്ചറിഞ്ഞാണ് അദ്ദേഹത്തിനായി KH ഹുസൈൻ അക്ഷരങ്ങൾ കൊണ്ട് വേറിട്ടൊരു സ്മാരകം നിർമ്മിക്കാൻ തയ്യാറായത്. ജന്മനാട്ടിൽ 1978 നാട്ടുകാർ ചേർന്ന് അദ്ദേഹത്തിനൊരു സ്വീകരണം നൽകിയിരുന്നു. സ്വീകരണ പരിപാടിക്കായി തയ്യാറാക്കിയ സ്മരണികയ്ക്കായി ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ് കവർ പേജ് ഡിസൈൻ ചെയ്തത്. അന്ന് ആർട്ടിസ്റ്റ് നമ്പൂതിരി ഉപയോഗിച്ച അക്ഷരങ്ങളെ മാതൃകയാക്കിയാണ് ഹുസൈൻ ബഹദൂർ ഫോണ്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ബഹദൂർ പുസ്തകത്തിൻ്റെ ഈ കവറ് എന്നെ വല്ലാതെ ആകർഷിച്ചു. അന്ന് തന്നെ നമ്പൂതിരി വരച്ച കവറാണ്. ആ കവറിൻ്റെ തൊട്ടടുത്ത് ബഹദൂർ സ്മരണിക എന്ന് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. കാരണം ഓരോ അക്ഷരങ്ങളിലും ബഹദൂറുണ്ട്. ബഹദൂറിൻ്റെ മുഖത്തിൻ്റെ അനാട്ടമിയാണ് ആ അക്ഷരങ്ങളുടെ കാലിഗ്രാഫി. ഈ ഒരു കാലിഗ്രാഫി അടിസ്ഥാനമാക്കിയിട്ടൊരു ഫോണ്ട് ഉണ്ടാക്കിയാലോ എന്നൊരു ആലോചന വന്നു. അങ്ങനെ അതിൻ്റെ വർക്ക് തുടങ്ങി. ഭാഗ്യത്തിന് അതൊരു 3 മാസം കൊണ്ട് അവസാനിച്ചു. മലയാളത്തിൻ്റെ ചലച്ചിത്രവേദിയിലുള്ള ഏതെങ്കിലും ഒരാൾ, നടനോ അല്ലെങ്കിൽ സംവിധായകർ, അവരുടെ പേരിലൊരു ഫോണ്ട് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും. ഒരുപക്ഷെ അവസാനത്തെ ഇതുമായിരിക്കാം. കമ്പ്യൂട്ടർ ഭാഷയ്ക്കായി ഉപയോഗിച്ചു വരുന്ന മലയാളം ലിപി, ടെക്സ്റ്റ് എഡിറ്റർ തുടങ്ങിയ ഫോണ്ടുകൾ നിർമ്മിച്ച ശ്രദ്ധേയനായ ഹുസൈൻ ഇത്തരമൊരു അവസരം ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും പറയുന്നു. മലയാളിയും മാധ്യമപ്രവർത്തകനുമായ ചിത്രജകുമാറിന്റെ നേതൃത്വത്തിൽ 1999 രൂപീകരിച്ച രചന അക്ഷരവേദിയാണ് ബഹദൂർ ഉൾപ്പെടെയുള്ള സ്വതന്ത്ര ഫോണ്ടുകളുടെ അണിയറക്കാർ. രാജ്യത്തെ പ്രശസ്ത ഡിജിറ്റൽ ആർക്കൈവായ സായാഹ്നയുടെ ഡയറക്ടർ CV രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ രചന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൈപ്പോഗ്രഫിയാണ് ഇത്തരം ഫോണ്ടുകൾ ഡിസൈൻ ചെയ്ത് സംരക്ഷിക്കുന്നത്. കൊടുങ്ങല്ലൂർ ബഹദൂർ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ ബഹദൂർ ഫോണ്ടിന്റെ പ്രകാശനം നടക്കും. ന്യൂസ് മലയാളം, തൃശൂർ.